friends, welcome back to my channel. ഇതൊരു ബർത്ത്ഡേ കേക്കാണ്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ലെമൺ കേക്കാണ്. അതുപോലെ തന്നെ ഫില്ല് ചെയ്തിരിക്കുന്നത് പല ടൈപ്പ് ബെറീസ് വെച്ചിട്ടുമാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ബെറി വെച്ച് ഫില്ല് ചെയ്യാനായിട്ട് ഒരു സോസ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആ സോസിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മിക്സഡ് ബെറീസ് ആണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഒരു ഓറഞ്ച് അതിന്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ 2 പാക്കറ്റ് ഗ്ലേസ് വേണം. അതില്ലാത്തവര് 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് എടുത്താലും മതിയാവും. ആദ്യം തന്നെ ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. അതിന് മധുരത്തിന് ആവശ്യമായ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് പിന്നെ അതിനകത്തോട്ട് നമ്മളുടെ ഗ്ലേസ് അല്ലെങ്കിൽ സ്റ്റാർച്ചും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടെ നമുക്ക് ഇളക്കിയെടുക്കാം. ഈ ബെറീസ് ഒക്കെ നമുക്കൊരു പാത്രത്തിനകത്തോട്ടിട്ട് ചൂടാക്കാൻ വെക്കാം. അതിന് നമുക്കൊരു 1-2 ടേബിൾ സ്പൂൺ ഓറഞ്ച് നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളച്ച് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒന്നുകിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയിൽ ആദ്യമേ തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുത്ത ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർച്ചും ഓറഞ്ച് ജ്യൂസും എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അത് കട്ടിയായി തുടങ്ങും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് അത് അടുപ്പത്തിൽ നിന്ന് മാറ്റി വെച്ചേക്കാം. അത് നല്ലതുപോലെ തണുക്കണം. തണുത്തിട്ട് വേണം നമുക്കിനി കേക്കിനകത്ത് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം മൈദ, 10 മുട്ട, 500 ഗ്രാം ബട്ടർ, 500 ഗ്രാം പഞ്ചസാര, 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളുപ്പ്, 1 ടേബിൾ സ്പൂൺ വാനില ഷുഗർ അല്ലെങ്കിൽ വാനില എസൻസ് ആണെങ്കിൽ 1.5 ടീസ്പൂൺ വാനില എസൻസ്, ഒരു വലിയ നാരങ്ങ, അതിൻ്റെ തൊലി നമുക്ക് ചിരണ്ടി എടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ നീരും എടുക്കണം. ഇങ്ങനെ ഈ നാരങ്ങയുടെ തൊലി ചിരണ്ടി എടുത്ത ശേഷം അത് കട്ട് ചെയ്ത് നമുക്കതിൻ്റെ നീരും കൂടെ പിഴിഞ്ഞെടുക്കാം. ആദ്യമേ ഞാൻ ഇവിടെ ഒരു മിക്സർ കൊണ്ട് ബട്ടർ ഒന്ന് ജസ്റ്റ് ഉടച്ചെടുക്കുവാണ്. അത് ഉടച്ച് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയ ശേഷം നമുക്ക് വാനില ഷുഗർ അല്ലെങ്കിൽ വാനില എസൻസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് ഇച്ചിരി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി തുടർച്ചയായിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതൊരു സോഫ്റ്റ് ആകണം. നല്ലപോലെ ഒന്ന് പതഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിത് ഒരു 3 മിനിറ്റോളം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ പതഞ്ഞ് വന്നു. ഇനി ഞാൻ ഇതിനകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. മുട്ട നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇങ്ങനെ 2-3 മുട്ട വീതമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് ആഡ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് എങ്കിലും നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് പതപ്പിക്കണം. നമ്മുടെ മുട്ടകളെല്ലാം ബട്ടറും പഞ്ചസാരയും ആയിട്ടുള്ള മിക്സ്ചറിനകത്ത് ചേർത്ത് പതപ്പിച്ചെടുത്ത ശേഷം നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് മൈദയ്ക്കകത്തോട്ട് 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളുപ്പും കൂടെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ചേർത്തൊന്ന് ഇളക്കി വെച്ചേക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മൈദയും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നീരും കൂടെ മാറി മാറി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ നാരങ്ങയുടെ തൊലി ചിരണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടെ നല്ലതുപോലെ ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക.
ഞാനൊരു ഇച്ചിരി വലിപ്പമുള്ള ഫോം എടുത്ത് അതിനകത്ത് ഞാൻ ബേക്കിംഗ് പാർച്ച്മെൻറ്റ് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. ഇനി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററിൻ്റെ ഒരു പകുതി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല തിൻ ലെയർ ആക്കി ഒന്ന് നിരത്തി കൊടുക്കുകയാണ്. നമ്മൾ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനകത്ത് 20 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് ബേക്ക് ചെയ്ത് വരുന്ന സമയത്തിന് നമുക്ക് മറ്റൊരു ഫോമിനകത്ത് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ബാക്കി പകുതി ബാറ്റർ ഇട്ട് അത് റെഡിയാക്കി വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കേക്ക് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് വെളിയിലോട്ട് എടുത്ത ശേഷം നമ്മളിപ്പോൾ മറ്റതും കൂടെ ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കുകയാണ്. അതായത് 170 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. കണ്ടോ, നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് ഇപ്പോൾ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരേ വലിപ്പത്തിലുള്ള 2 അല്ലെങ്കിൽ 3 കേക്ക് പീസുകൾ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് അങ്ങനെയൊന്ന് വെച്ച് നമ്മളത് കറക്റ്റുള്ള അളവെടുത്ത് അതങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ തന്നെ നമ്മൾ രണ്ടാമത്തെ കേക്കും കട്ട് ചെയ്തെടുക്കുവാണ്. ഇതിൻ്റെ ഫില്ലിങ്ങിനും ഡെക്കറേഷനും ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ടത് 4 പാക്കറ്റ് വിപ്പിംഗ് ക്രീമാണ്. ഒരു 150 തുടങ്ങി 200 ഗ്രാം വരെ ചോക്ലേറ്റ് ബാർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ വൈറ്റ് ചോക്ലേറ്റും അതിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് 50 ഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബെറിയുടെ ഒരു ഫില്ലിംഗ് ആണിത്. അതുപോലെ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബെറീസ് ഞാനിവിടെ മേടിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്കൊരു 2 പാക്കറ്റ്, അതായത് 400 ml വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഈ ഗ്ലാസിൻ്റെ മുകളിൽ ആദ്യമേ ഒരു കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അതങ്ങനെ തേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഓരോ ലെയറായിട്ട് കേക്ക് ഇട്ട് കൊടുക്കാം. ഈ ലെയറിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ ഇതുപോലെ നമുക്ക് പേപ്പർ ഇങ്ങനെ അതിൻ്റെ ചുറ്റും നമ്മളൊന്ന് വെച്ച് കൊടുത്തുകൊണ്ട് അതിൻ്റെ ലെവൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് ലെവലിലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഈ പേപ്പറിൻ്റെ ആവശ്യമില്ലാതെയും ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സോസ്, ബെറി സോസ് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമുക്ക് ബാക്കി ലെയറുകളും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. എല്ലാ കേക്കുകളും വെച്ചിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് അത് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് സൈഡിലും കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാവുന്നതാണ്.
ഇത് നമുക്കൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിനകത്തൊന്ന് തണുക്കാൻ വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഗനാഷ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ചോക്ലേറ്റ് ബാറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. 250 ml വിപ്പിംഗ് ക്രീം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നമുക്കൊരു വലിയ ബൗളിനകത്തോട്ട് ഈ ചോക്ലേറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതിനകത്തോട്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിങ്ങനെ നമുക്കൊരു അരിപ്പയിൽ അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ അതിനകത്തോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത ശേഷം നമുക്കത് മാറ്റി വെച്ചേക്കാം. അതുപോലെ തന്നെ 50 ഗ്രാം പൊടിച്ച വൈറ്റ് ചോക്ലേറ്റിനകത്തോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചൂടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചേക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി ഈ ഗനാഷിനകത്ത് വല്ല കട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും എയർ ബബിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു അരിപ്പയിൽ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഞാനതൊരു പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ആക്കി എടുക്കുകയാണ്. ഇനി അത് നമുക്ക് കേക്കിന്റെ മുകളിൽ സൈഡിൽ കൂടെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് കൊണ്ട് ഞാൻ ഈ രീതിയിൽ ചെറിയ ലൈൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഞാൻ അതിനകത്ത് ഒഴിച്ച വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് ഒരല്പം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇച്ചിരി ലൂസായി പോകുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഉരുക്കിയെടുത്തിട്ട് നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഓരോ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയ ചോക്ലേറ്റ് റോൾസും അതുപോലെ തന്നെ കുറച്ച് ബെറീസും ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. അതുപോലെ ഇനിയും ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.